الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾ അടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ സൃഷ്ടിപ്പ് കൊണ്ട് എന്തൊരു ലക്ഷ്യമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനാവശ്യമായ പ്രകൃതിയും അതിനാവശ്യമായ സംവിധാനങ്ങളും നൽകിക്കൊണ്ടാണ് അവയെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് നിയോഗിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, പരമോന്നതനായ നിന്റെ റബ്ബിനെ നീ വാഴ്ത്തുക. അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും ആ സൃഷ്ടികൾക്ക് ആവശ്യമായ എല്ലാ ഏർപ്പാടുകളും സംവിധാനങ്ങളും വ്യവസ്ഥകളും ചെയ്തു കൊടുക്കുകയും ചെയ്ത. വല്ലദീ ഖദ്ദറ ഫഹദ, ഓരോന്നിൻ്റെയും ദൗത്യമെന്താണ് എന്ന് നിർണയിച്ചു കൊടുക്കുകയും ആ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ മാർഗദർശനം അതിന് നൽകുകയും ചെയ്ത നിന്റെ രക്ഷിതാവ്. അപ്പോൾ ഓരോ സൃഷ്ടിക്കും അവയുടെ സൃഷ്ടിപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത് അതിന് പറ്റുന്ന പ്രകൃതിയും അതിന് പറ്റുന്ന സ്വഭാവവും രീതിയും അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഏത് സൃഷ്ടിയെ നമ്മൾ എടുത്ത് ചിന്തിച്ചാലും ഈ സൃഷ്ടികൾക്കെല്ലാം തന്നെ ഒരു തരത്തിലുള്ള ഒരു സഹജാവബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അത് ജന്മന അവക്ക് ലഭിക്കുന്നതാണ്. വേറെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ അഭ്യസിപ്പിക്കുകയോ ചെയ്യാതെ ആ ജന്മസിദ്ധമായ വാസനയുടെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ അവ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. വെള്ളത്തിൽ പെറ്റ് പിറക്കുന്ന മത്സ്യങ്ങളെ ആരും തന്നെ നീന്തൽ പഠിപ്പിക്കാറില്ല. നീന്താനും ആ വെള്ളത്തിൽ ജീവിക്കാനും അറിയുന്ന രീതിയിലാണ്, ആ പ്രകൃതിയിലാണ് അവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. പറക്കുന്നതിന് വേണ്ടി പക്ഷികളെ ആരും തന്നെ പഠിപ്പിക്കാറില്ല. ആ പറവകൾ ജനിക്കുന്നതോടുകൂടി തന്നെ പറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ പടക്കുന്നത്. ഒന്നിനും കഴിവില്ലാത്ത മനുഷ്യൻ
അവൻ ജനിച്ച് വീണ് അവൻ്റെ മാതാവിൻ്റെ പാൽ കുടിക്കുമ്പോൾ ആ പാല് കുടിക്കാനും അതുപോലെ തന്നെ അത് നുണയാനുമുള്ള ഒരു അഭ്യാസം വേറെ ആരും തന്നെ അതിനെ പഠിപ്പിക്കുന്നില്ല. അത് ജന്മന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രകൃതിയിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. എന്തൊന്നാണോ ഈ സൃഷ്ടി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, എന്തൊരു ദൗത്യമാണോ അതിനെ നിർവഹിക്കാനുള്ളത്, ആ ദൗത്യം നിർവഹിക്കാനുള്ള കഴിവ് ജന്മനാ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്നു. അതാണ് അല്ലദീ ഖദ്ദറ ഫഹദ. ഓരോന്നിൻ്റെയും ദൗത്യം നിർണയിച്ചു കൊടുക്കുകയും അത് ചെയ്യാൻ ആവശ്യമായ മാർഗദർശനം അതിന് നൽകുകയും ചെയ്തവൻ എന്ന് അല്ലാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി വ്യത്യസ്തമായ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വനഫ്സിൻ വമാ സവ്വാഹ. മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ അവന്റെ ജീവൻ, ആ ജീവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ അതിൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവും ഈ ഭൂമിയിൽ എന്താണ് അതിനെ നിർവഹിക്കാനുള്ളത്, അത് നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടും സംവിധാനങ്ങളോടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. എന്നിട്ട് ആ മനുഷ്യന് ഫുജൂറും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിക്കുന്നു. അവന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അവന്റെ പ്രകൃതിയിൽ, അവന്റെ ബോധമണ്ഡലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫുജൂറും തഖ്വയും തോന്നിപ്പിക്കുന്നു, അത് നിക്ഷേപിച്ചിരിക്കുന്നു. ഫുജൂർ എന്ന് പറയുന്നത് തെറ്റായ തിന്മയുടേതായ വഴികൾ. തഖ്വ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്ന് നന്മയുടേതായ വശങ്ങൾ. ഈ നന്മയും തിന്മയും, നല്ലതും ചീത്തയും, വേണ്ടതും വേണ്ടാത്തതും എന്താണ് എന്നുള്ള ഒരു ഇൽഹാം, ആ രൂപത്തിലുള്ള ഒരു ബോധമണ്ഡലത്തിലുള്ള ഒരു അറിവിൻ്റെതായ ഒരു നിക്ഷേപം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയിരിക്കുന്നു. ഇത് മനുഷ്യ ചരിത്രത്തിലുടനീളം എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യ ആരംഭം മുതൽ നിലനിൽക്കുന്ന ഒരു പ്രകൃതിയാണ്. ആരംഭം മുതൽ തന്നെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും മനുഷ്യന് അത് നല്ല കാര്യമാണ്, വേണ്ടതാണ്, അത് ചെയ്യേണ്ടതാണ്, അത് നിലനിൽക്കേണ്ടതാണ്, സമൂഹത്തിന് അത് ആവശ്യമാണ്, അത് ചെയ്യാതിരിക്കുന്നത് ദോഷമാണ്, അത് കുറ്റകരമാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്ത നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോകാരംഭം മുതൽ തന്നെ മനുഷ്യന്റെ പ്രകൃതിയിൽ വേറെ ഒരു ചിന്തയും, ചില കാര്യങ്ങളെ സംബന്ധിച്ച് അത് പാടില്ല, അത് ദോഷമാണ്, അത് മനുഷ്യ സമൂഹത്തിന് അപകടകരമാണ്, അത് വ്യക്തിയുടെ വളർച്ചയ്ക്ക് തടസ്സമാണ്, സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ലത് ചീത്ത എന്നുള്ള ഒരു വിവേചനം മനുഷ്യ പ്രകൃതിയിൽ നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മനുഷ്യന്റെ തുടക്കം മുതൽ തന്നെ കുറെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്. ആ രൂപത്തിലാണ് എല്ലാവരും അതിനെ കാണുന്നത്. മോഷണം നടത്താൻ പാടില്ല, വ്യഭിചാരം പാടില്ല, ഒരാൾ വേറൊരാളെ വധിക്കാൻ പാടില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം, അക്രമം പ്രവർത്തിക്കാൻ പാടില്ല, മറ്റുള്ളവന്റെ മുതലുകൾ മോഷ്ടിക്കാൻ പാടില്ല, കൊള്ളയടിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യ സമൂഹം അത് പാലിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്ന രീതിയിൽ അവയെ പരിഗണിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാം. ചില വ്യക്തികൾ ഒരു പക്ഷേ അവരുടെ ദുഷ്പ്രേരണ കാരണത്താലോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുക എന്നുള്ള രീതിയോ ഇതൊക്കെ കണ്ടം ചാടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറികടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് തിന്മയാണ്,
സമൂഹത്തിൽ അത് വളരാൻ പാടില്ല. സമൂഹത്തിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും പൊതുജീവിതത്തിനും സമാധാനപരമായ ജീവിതത്തിനും അത് അപകടകരമാണ് എന്ന നിലപാടിൽ എല്ലാവരും യോജിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫുജൂറും തഖ്വയുടെയും ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നഫ്സിലും നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇങ്ങനെ മനുഷ്യ പ്രകൃതിയിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പ്രകൃതിയിൽ, ജീവജാലങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം, നമുക്കിപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പറയാം. മനുഷ്യ പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിരിക്കുന്ന ഈ നന്മ തിന്മ വിചാരങ്ങൾ, ഈ സുഹൃതവും അതുപോലെ തന്നെ ദുഷ്കർമ്മങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസം, ഇത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും അതിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുകയും അതിനെ കൂടുതൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമൂഹത്തിൽ നിലനിർത്തുകയും ചെയ്യാൻ മനുഷ്യൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനസ്സിനെയും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകൃതിയിലും മനസ്സിലും ബോധമണ്ഡലത്തിലും നിശ്ചയിച്ചിരിക്കുന്നതായ ഈ നന്മ തിന്മ വിചാരങ്ങൾ അത് സംസ്കരിച്ച് വളർത്തി അതിന് കോട്ടം പറ്റാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ. അതേ അവസരത്തിൽ അതിനെ ചവിട്ടിത്തേച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച് ഈ നന്മയുടെയും അതുപോലെ തന്നെ സുഹൃതത്തിൻ്റെയും വികാരങ്ങളെ സമൂഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പരാജയപ്പെടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ഈ ബോധമണ്ഡലത്തിലും അവന്റെ പ്രകൃതിയിലും അവൻ ആവശ്യമായ ഒരു വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മനാ നിക്ഷേപിച്ചു കൊടുത്തു. പിന്നെ ഈ വെളിച്ചത്തെ കെടാതെ സൂക്ഷിക്കുകയും അതിനെ കൂടുതൽ കൂടുതൽ എണ്ണ പാർന്നുകൊണ്ട് കത്തിക്കുകയും ഉജ്ജ്വലമാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ബാധ്യതയാണ്. രണ്ടും ചെയ്യാൻ അവന് സാധിക്കും. ഈ പ്രകൃതിയെ ആകെ മലിനപ്പെടുത്തിക്കൊണ്ട് തെറ്റായ ചിന്തകളിലൂടെ, തെറ്റായ വികാരങ്ങളിലൂടെ, തെറ്റായ പ്രചാരണങ്ങളിലൂടെ അല്ലെങ്കിൽ തെറ്റായ പ്രത്യയശാസ്ത്രങ്ങളിലൂടെ ഒക്കെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ മനുഷ്യന് സാധിക്കും. അങ്ങനെയുള്ള പല സിദ്ധാന്തങ്ങളെയും നമുക്ക് കാണാം. നേരത്തെ നമ്മൾ എണ്ണിപ്പറഞ്ഞിരിക്കുന്ന തിന്മയുടേതായ ആ പ്രവർത്തനങ്ങളെ മുഴുവൻ തന്നെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രത്യയശാസ്ത്രപരമായ മാനങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ലൈംഗിക ബന്ധത്തിന് ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്, ചില അതിരുകളും അടയാളങ്ങളും വെച്ചിട്ടുണ്ട്. അത് ആ രൂപത്തിൽ മനുഷ്യൻ ആ ബന്ധങ്ങൾ നിലനിർത്തുകയും ആ മര്യാദകൾ പാലിക്കുകയും ചെയ്യുമ്പോഴാണ് സംതൃപ്തമായ കുടുംബജീവിതം ഉണ്ടാവുക, സദാചാരനിഷ്ഠമായ ഒരു സമൂഹം ഉണ്ടാവുക, വൃത്തിയുള്ള ഒരു സാമൂഹിക ജീവിതം ഉണ്ടായിത്തീരുക. പക്ഷേ ഇത് അപകടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടുവരും ഓരോരുത്തർ. മനുഷ്യൻ അവൻ സ്വതന്ത്രനാണ്. അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ താല്പര്യമാണ് അവനിഷ്ടമുള്ള ഇണയുമായിട്ട് ഇഷ്ടമുള്ള സമയങ്ങളിൽ ഇഷ്ടമുള്ള വേളകളിൽ ലൈംഗിക ബന്ധം പുലർത്തുക എന്നുള്ളത്. അത് ആണോ പെണ്ണോ ഏത് രൂപത്തിലുള്ള ഇനത്തിൽപ്പെട്ടതോ ആവണമെന്നുള്ളത് അവൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. അവന്റെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ വേറുള്ള ആളുകൾ ഇടപെടുന്നത് അത് തെറ്റാണ്. ഇങ്ങനെയുള്ള പ്രചാരവേലകളും ഇത്തരത്തിലുള്ള തത്വശാസ്ത്രങ്ങളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും പല ആളുകളും. ഇങ്ങനെയുള്ള ഈ പ്രചാരവേലകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെയുള്ള കൂടുതലായ വളർച്ചയിലൂടെ ഈ മനുഷ്യന്റെ ശുദ്ധമായ മനസ്സിനെ മലിനമാക്കുവാനും സമൂഹത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥകളിലേക്ക് തള്ളിവിടാനും ഒക്കെ മനുഷ്യന്റെ തന്നെ പ്രവർത്തനങ്ങൾ കാരണമായി തീരും. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയിൽ അവൻ നിക്ഷേപിച്ചിരിക്കുന്ന ഈ വികാരങ്ങൾ, ഈ നന്മയുടെയും തിന്മയുടെയും ഒക്കെ അംശങ്ങൾ അതിനെ വളർത്തിക്കൊണ്ടുവരിക, അതിനെ തേയ്മാനങ്ങൾ പറ്റാതെ കണ്ട് നിലനിർത്തുക, അത് കൂടുതൽ ആവേശത്തോടും കൂടുതൽ ഉന്മേഷത്തോടും കൂടി അത്തരം വികാരങ്ങളെ സജീവമാക്കി നിലനിർത്തുക, ഇതൊക്കെ ആവശ്യമാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് വിജയികൾ എന്നും
നേരെ മറിച്ച് തിന്മയുടെ വക്താക്കളായിട്ട് മാറി തിന്മയെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും മനുഷ്യജീവിതത്തെ ആ രൂപത്തിൽ വികലമാക്കാനും ശ്രമിക്കുന്ന ആളുകൾ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ഊന്നുന്ന ഒരു ഘടകമാണ് അവരുടെ പെരുമാറ്റ രീതികളും ജനങ്ങളോടുള്ള ഇടപെടലുകളും. ജനങ്ങളോട് ഇടപെടുന്നത് ഏത് രൂപത്തിലായിരിക്കണം, സഹവാസം ഏത് രൂപത്തിലായിരിക്കണം, പെരുമാറ്റ രീതികളും സ്വഭാവങ്ങളും ഏത് രൂപത്തിലായിരിക്കണം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങളെ നീക്കിക്കളയുകയും അങ്ങനെ മനസ്സിനെ ആ നന്മയുടേതായ ആ ഘടകങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന്റെ ഈ നന്മയുടെ ഘടകങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നന്മയുടെ ഘടകങ്ങൾ നമ്മുടെ മനസ്സിൽ വളരുമ്പോൾ അതനുസരിച്ചാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതക്രമവും അവന്റെ പെരുമാറ്റവും അവന്റെ ഇടപെടലുകളും അവന്റെ സ്വഭാവവും ഒക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ പെരുമാറ്റം, സ്വഭാവം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. വിശ്വാസികളുടെ ഇടപെടലും സമൂഹത്തോടുള്ള അവരുടെ സഹവാസവും അവരുടെ ബന്ധവും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രവർത്തന രീതികളുമൊക്കെയാണ് പലപ്പോഴും ഈ ഇസ്ലാമിന്റെ മേന്മ മനസ്സിലാക്കാനും അതിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാനുമൊക്കെ സഹായകമാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാവുകയും ചെയ്യുന്നത്. അപ്പോ ദീനുൽ ഇസ്ലാമിന്റെ ഈ മാതൃകകൾ സമർപ്പിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അഥവാ മുസ്ലിമീങ്ങൾ ഈ രംഗത്തൊക്കെ വളരെ പിന്നാക്കമാണ്, അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സഹവാസവും ആളുകളോടുള്ള ഇടപെടലുകളും ഒക്കെ വളരെ മോശമാണ് എങ്കിൽ അത് ദീനിന്റെ ഭാഗത്ത് സംഭവിക്കുന്ന വലിയ കുറവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, സത്യവിശ്വാസികളിൽ ഏറ്റവും ഈമാൻ പൂർത്തിയായ മനുഷ്യൻ, അഹ്സനുഹും ഖുലുഖ, അവരിൽ സ്വഭാവം ഏറ്റവും നല്ലവൻ ആരോ അവരാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവ ദൂഷ്യമുണ്ട് എങ്കിൽ അത് ഈമാനിന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അവൻ കാര്യമായി ശ്രമിക്കേണ്ടതാണ് അവന്റെ സ്വഭാവത്തിന്റെ ഈ മാറ്റത്തിന് വേണ്ടി. അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഏറ്റവും നല്ല സൽസ്വഭാവിയായിട്ട് മാറാൻ ഈമാനിൽ താല്പര്യമുള്ള ഒരു സത്യവിശ്വാസി ബോധപൂർവം തന്നെ ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹസിനുക്കും അഖ്ലാഖ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, അതുപോലെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും സമീപത്ത് നിലകൊള്ളുന്നവൻ, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്നോടൊപ്പം ഏറ്റവും അടുത്തുണ്ടാകുന്നവരാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. വഇന്ന അബ്ഗളക്കും ഇലയ്യ വ അബഅദക്കും മിന്നി യൗമൽ ഖിയാമ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും അനിഷ്ടകരമായിട്ടുള്ള വെറുപ്പുള്ളവൻ, അതുപോലെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അകന്നവനും അസ്സർസാനൂന വൽ മുതശദ്ദിഖൂന വൽ മുതഫൈഖിഹൂൻ. ആരാണവർ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സർസാറൂൻ, അനാവശ്യമായ രീതിയിലുള്ള പൊങ്ങച്ചം പറച്ചിലുകൾ നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ അഹങ്കാരികളായ ആളുകൾ, അനാവശ്യമായ രീതിയിൽ മുഖ്താലൻ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ എന്ന് പറഞ്ഞല്ലോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, മുഖ്താലിനെയും ഫഖൂറിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. മുഖ്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയവനാണ് എന്ന് ധരിക്കുന്നവൻ, അവനാണ് മുഖ്താൽ. ഫഖൂർ എന്ന് പറഞ്ഞാൽ അവനവന്റെ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നവൻ. ഇത് രണ്ടും ഒരേ മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന സ്വഭാവങ്ങളാണ്. ഈ രണ്ടാളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഈ പൊങ്ങച്ചം നടിക്കുന്ന അഹങ്കാരികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല.
അപ്പൊ എന്നോട് ഏറ്റവും അകലത്തിലായിരിക്കും അവരെന്നും എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവരാണ് അവർ എന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമുള്ള ആളുകളെയാണ്. അപ്പൊ ഈ സ്വഭാവത്തിന്റെ വിഷയത്തിൽ രണ്ട് സ്വഭാവങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, ഒന്ന് വിനയം, രണ്ടാമത്തേത് അഹങ്കാരം. ഒന്നിന്റെ എതിരാണ് മറ്റേത്, വിനയവും അഹങ്കാരവും. വിനയം ഉണ്ടാവുക എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസന്മാരുടെ സ്വഭാവമാണ്. അവൻ എടുത്ത് പുകഴ്ത്തി പറഞ്ഞ സ്വഭാവമാണ്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അവര് ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹുവിന്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവരായിരിക്കും. വിനയം എന്ന് പറയുന്ന ഒരു കൃത്രിമമായ വിനയമല്ല. കൃത്രിമമായ ഒരു വിനയമുണ്ട്. നമ്മൾ സാധാരണ ഇലക്ഷൻ കാലത്ത് വളരെ പ്രകടമാവും. ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ കാണുമ്പോൾ സുജൂദ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് ഓരോ ആളുകളുടെയും അടുത്തേക്ക് വരിക. അപ്പൊ അവനേക്കാൾ വിനയമുള്ള ഒരാളെ നമ്മൾ ലോകത്ത് കാണുകയില്ല. അങ്ങനെയുള്ള കുറെ വിനയം നടിക്കുന്ന ആളുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിലാണ് ജയിക്കുന്നതോടുകൂടി പിന്നെ ഈ ആളെ നമ്മളോട് കാണൂല, നമ്മൾ തമ്മിൽ യാതൊരു പരിചയവും ഉണ്ടാവൂല, അങ്ങനെയുള്ള രൂപത്തിൽ. അത് കപടമായ വിനയമാണ്. അപ്പൊ ആ വിനയമല്ല, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിനയം എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകുന്നു നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിനയം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് വിനയമില്ലാത്ത അഹങ്കാരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ശിർക്കാണ് എന്നൊക്കെ പറയുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസമില്ലായ്മയാണ് എന്ന്. എനിക്ക് എന്തെങ്കിലും വിനയം എന്ന് പറയുന്നത് എന്താണ് എന്നും അഹങ്കാരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുമൊക്കെ നമ്മൾ അല്പം ആലോചിക്കുക. ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും ഒരാൾ അയാളുടെ കഴിവ് കൊണ്ടായിരിക്കും, സാമ്പത്തികമായ കഴിവ് കൊണ്ടായിരിക്കും. വലിയ പണക്കാരനാണ്, അയാളുടെ പണം കൊണ്ട് അയാൾക്ക് എന്തും സാധിക്കാൻ സാധിക്കും, എവിടെ പോയാലും അയാൾക്ക് സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള ആളാണ്, പണക്കാരനായ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എവിടെ നിന്ന് നേടിയെടുക്കാൻ ഒരു പ്രശ്നവുമില്ല എന്ന ഒരു അഹന്ത അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. പണമായിരിക്കും അതിന് കാരണം. വേറെ ചിലർക്ക് അവരുടെ ജനസ്വാധീനമായിരിക്കും. വലിയ കുടുംബത്തിൽ പിറന്ന ആളാണ്, അങ്ങനെ കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ ആ മഹത്വം. അപ്പൊ ഞങ്ങളുടെ തറവാട്ടുകാരായ ആളുകൾ അവരെക്കാളും താഴെയുള്ളവരാണ് വേറെ ഉള്ളവരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ തറവാട് അതിനൊരു മഹത്വമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ തറവാടിത്വത്തിൻ്റെതായ ഒരു അഹന്ത. അല്ലെങ്കിൽ ജനസ്വാധീനം, ഞാൻ ജനനേതാവാണ്, ലക്ഷങ്ങളും അതുപോലെ തന്നെ ആയിരങ്ങളുമൊക്കെ എൻ്റെ പിന്നിൽ അണിനിരച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നിനെയും തന്നെ പേടിക്കേണ്ടതില്ല, ഒരു നിയമവും എനിക്ക് പാലിക്കേണ്ടതില്ല. ആര് എവിടെ വെച്ച് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ എന്നെ പിടികൂടുകയാണ് എങ്കിലും, എത്ര വലിയ ആക്രമണങ്ങൾ ആരിൽ നിന്നുണ്ടായാലും ഒക്കെ എനിക്ക് എൻ്റെ ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടേതായ ആ ശക്തിയുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നല് ചിലപ്പോൾ മനുഷ്യർക്കുണ്ടായിരിക്കും. ചില ആളുകൾക്ക് അവരുടെ വിജ്ഞാനത്തിന്റെ അഹന്തയായിരിക്കും. അതും തന്നെ വളരെ അപകടകരമായ ഒന്നാണ്. ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ വലിയൊരു അറിവുള്ളവനാണ്, എന്നോട് പറയാനും എന്നോട് ചോദിക്കാനും എന്നെ ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ ആ രൂപത്തിൽ എന്നോട് പെരുമാറാനും ആർക്കാണ് അവകാശമുള്ളത്? അവനേക്കാളൊക്കെ ഞാൻ എത്ര ഉയരത്തിലാണ്. ഈ ഒരു ചിന്ത ആ അറിവിന്റെയും പാണ്ഡിത്യത്തിന്റെയുമായ തലക്കനം എന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാം. വേറെ ചില ആളുകൾക്ക് അവരുടെ സൗന്ദര്യത്തിന്റെ അഹന്ത ഉണ്ടായിരിക്കും. സാധാരണ രീതിയിൽ ചില ആളുകൾക്ക്, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഒക്കെ, അവരാണ് ഏറ്റവും വലിയ ഉയർന്ന ആളുകളെന്നും മറ്റുള്ളവരൊക്കെ അവരുടെ താഴെയാണെന്നുമുള്ള ഒരു രൂപത്തിലുള്ള ചിന്തകളായിരിക്കും അവർക്ക് അതിൽ നിന്ന് ഉണ്ടാവുക. വേറെ ചിലർക്ക് അവരുടെ ഉദ്യോഗത്തിൻ്റെതായിരിക്കും. ഞാൻ പോലീസിൽ ഇന്ന രൂപത്തിലുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സിവിൽ സർവീസിൽ ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ ശ്രേണിയിൽ എൻ്റെ പദവി ഇന്ന രൂപത്തിലുള്ളതാണ്, വേറെ എൻ്റെ കീഴിൽ എത്രയോ ആളുകൾ ജോലിയെടുക്കുന്നവരാണ്. അപ്പൊ അവരെക്കാളൊക്കെ ഉയർന്ന് അവരുടെയൊക്കെ ഉയരത്തിൽ അവരുടെ നേതാവോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരോ ആയവരാണ് മറ്റുള്ളവരൊക്കെ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ അവരുടെ നേരെ കണ്ണുമിഴിക്കാനോ ന്യായമായ ആവശ്യങ്ങളുമായിട്ട് സമീപിച്ചാൽ പോലും അതിന് ചെവി കൊടുക്കാനോ ഒന്നും തന്നെ തയ്യാറാവാത്ത ആളുകളെ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ ഇതൊക്കെ ഒരു തരത്തിലുള്ള പൊങ്ങച്ചത്തിന്റെയും അഹങ്കാരത്തിന്റെയും ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ട് ഇത് ഉണ്ടായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണ്, എനിക്കിതൊക്കെ കിട്ടിയത് വേറെ അള്ളാഹുവിന്റെ ഒരു ഔദാര്യമോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിഅമത്തോ അത് ഏത് നിമിഷവും എന്നിൽ നിന്ന് അവൻ പിടിച്ചു പറിക്കാൻ സാധ്യതയുള്ള ഒരു വസ്തുവോ ആണ് എന്ന ഒരു ചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെയാകുന്നത് കൊണ്ടാണ് മനുഷ്യൻ അഹങ്കാരിയായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളവനാണ് എങ്കിൽ സമ്പത്ത്, എത്രയോ മുതലാളിമാരും കോടീശ്വരന്മാരുമായ ആളുകൾ നൊടിയിട കൊണ്ട് പാപ്പറായ അനുഭവങ്ങളുണ്ട്. ഇന്ന് എനിക്ക് സമ്പത്തുണ്ട് എങ്കിൽ നാളെ ഞാൻ പട്ടിണിപ്പാവമായി പോവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, എല്ലാം അള്ളാന്റെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ് എന്ന ചിന്ത ഉണ്ടാകണം. അതുപോലെ തന്നെ പാണ്ഡിത്യമുള്ള ഒരാളാണ് ഈ അള്ളാഹുവിന്റെ ഔദാര്യം. പലതും തന്നെ എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചു, പല അറിവുകളും എനിക്കുണ്ടായി, മറ്റുള്ളവർക്കില്ലാത്ത തരത്തിലുള്ള പല വിവരങ്ങളും എനിക്കുണ്ട്. ഒരു മറവി രോഗമുണ്ടായാൽ മതി, ഒരു നിമിഷം എത്രയോ ആളുകൾക്ക് ഇന്ന് സാർവത്രികമായി തീർന്ന ഒരു മറവി രോഗം. ആരാണിത്? ഞാൻ ആരാണ്? എൻ്റെ വാപ്പ ആരാണ്? എൻ്റെ മക്കൾ ആരാണ്? അതുപോലെ എന്നോട് ബന്ധപ്പെട്ട ആളുകൾ എന്താണ്? ഒന്നും അറിഞ്ഞുകൂടാത്ത, ഒന്നും ചിന്തയില്ലാത്ത, ഒന്നും ഓർമ്മയില്ലാത്ത അൾഷിമേഴ്സ് ബാധിച്ച ആളുകളെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ. അങ്ങനെ ഒരു രോഗം വന്നാൽ ഇവന്റെ എല്ലാ കഴിവും എല്ലാ അറിവും എല്ലാ കാര്യങ്ങളും അതോടുകൂടി തന്നെ ഇല്ലാതെയായി. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയില്ല. ഉദ്യോഗം എന്ന് പറയുന്നത് ആ ഉദ്യോഗം അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ കിടക്കുന്ന കാര്യങ്ങൾ, സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ഇതൊക്കെ പിടികൂടാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതില്ലാതെ ആകുമ്പോഴാണ് ഞാൻ അവനേക്കാൾ വലിയവനാണ്, ഞാൻ എന്തിനാ അവന് കുറഞ്ഞു കൊടുക്കണം, ഞാനല്ലേ ഇവിടെ ഉയർന്നു നിൽക്കുന്നത്, അലൈസലി മുൽക്കു മിസ്ർ, ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരം മുഴുവൻ തന്നെ എനിക്കല്ലേ എന്നുള്ള ഒരു പൊങ്ങച്ചവും അഹന്തയും ഒക്കെ ഉണ്ടായിത്തീരുന്നത് അപ്പോഴാണ്. അപ്പോൾ അതാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള ഈ അഹന്തയുടെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ കാര്യം പറയുന്നതിന്റെ നേരെ മറുവശമായി ശിർക്കിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാം. കാരണം ഇത് ഒരു പൂജയുടെ ഫലമായിട്ടുണ്ടായിത്തീരുന്നതാണ്. സ്വന്തം നഫ്സിനോടുള്ള ഒരു ഇബാദത്തിന്റെ അടിസ്ഥാനത്തിൽ നഫ്സിനെ സംബന്ധിച്ചുള്ള അതിന്റെ അതിര് കവിഞ്ഞ ഒരു മഹത്വവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പലപ്പോഴും ഈ കാര്യങ്ങളെ ശിർക്ക് ആയിട്ട് ബന്ധപ്പെടുത്തുന്നത് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വളരെ പലപ്പോഴും കേട്ട ഒരു ഉദാഹരണമാണ് രണ്ട് തോട്ടക്കാരായ ആളുകളുടെ ഉദാഹരണങ്ങൾ. സാഹിബുൽ ജന്നത്തൈൻ, തോട്ടത്തിന്റെ ആളുകൾ. വലിയ സമ്പന്നനായ, അന്നത്തെ കാലത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏറ്റവും വലിയ കോടീശ്വരനായ വ്യക്തി, അയാൾ അഹന്തയോടുകൂടി പറയുകയാണ് തന്റെ കൂട്ടുകാരനോട്, അന അക്സറു മിൻക മാലം വ അഅ്സു നഫറാ, അന അക്സറു മിൻക മാലം വ അഅ്സു നഫറാ, നിന്നെക്കാളൊക്കെ പണം എനിക്കല്ലോ, നിനക്ക് എന്താണ്, നീ ഇങ്ങനെ എരപ്പാളിയായിട്ട് നടന്നോ? ഞാനാണെങ്കിൽ അന അക്സറു മിൻക മാല, നിന്നേക്കാളൊക്കെ നല്ല സമ്പത്ത് ഉള്ള മഹാപണക്കാരനല്ലേ ഞാൻ. എന്റെ ആളുകളും ഞാൻ പറഞ്ഞാൽ ഒന്ന് സൂചന കൊടുത്താൽ മതി, ആരെ വേണമെങ്കിൽ കൊല്ലണമെന്നുണ്ടെങ്കിലും കൊട്ടേഷൻ സംഘം തയ്യാറാണ്, പൈസ കൊടുത്താൽ മതി. ആ രൂപത്തിലല്ലേ എന്റെ അധികാരമൊക്കെ കിടക്കുന്നത് എന്ന പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടുള്ള ഒരാളുണ്ടായിരുന്നു. ലാക്കിന്നി, അതേ സമയത്ത് അയാളുടെ കൂട്ടുകാരനായ മറ്റേ സാധുവായ മനുഷ്യൻ പറയുന്നത് എന്താണ് എന്നോ, ഞാന് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, എന്റെ റബ്ബ് ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി വലൻ നുശ്രിക ബി റബ്ബി അഹദാ, ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹുവാണ്, ഞാൻ എന്റെ റബ്ബിനോട് ഒരിക്കലും തന്നെ ശിർക്ക് ചെയ്യുകയില്ല. വലൻ നുശ്രിക ബി റബ്ബി അഹദാ, നീ ചെയ്യുന്നത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് നൽകിയിട്ട് ആ രക്ഷിതാവിനെ സംബന്ധിച്ച് ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ അവനിലേക്ക് ഇത് ചേർത്ത് പറയുകയോ ചെയ്യാതെ, എനിക്ക് അങ്ങനെ പണമുണ്ട്, ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, എന്റെ മഹത്വം ഇന്നതാണ് എന്ന് വീമ്പ് പറയുന്ന നീ ആ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിന്റെ നഫ്സിനെ പ്രതിഷ്ഠിച്ച് ശിർക്ക് ചെയ്യുകയാണ്, ഞാൻ അതിന് തയ്യാറില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ ഇങ്ങനെ വ്യക്തികളുടെ ശിർക്കുകൾ അങ്ങനെ ആ രൂപത്തിൽ, അല്ലെങ്കിൽ വ്യക്തികളുടെ പൊങ്ങച്ചങ്ങൾ ആ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തി മാത്രമല്ല, സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില സമൂഹങ്ങളിലാണ് ചില കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകളും അവരും ഞങ്ങളാണ് ഇവിടുത്തെ വലിയ ആളുകൾ, ഞങ്ങളാണ് ഇവിടുത്തെ വലിയ കൂട്ടർ എന്നുള്ള രൂപത്തിൽ സാമൂഹികമായ ഒരു കിബിറിൽ അകപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത
പരിശുദ്ധ ഖുർആനിൽ അവരുടെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റൈ. നൂഹേ, പ്രവാചകനോട് അവർ പറയുകയാണ്, നിന്നെ ആരാണ് പിന്തുടർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്? വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുന, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റത്തെ കീഴാള ജീവനക്കാരായ കീഴാള ജാതിയിൽപ്പെട്ട മറ്റേ നിന്യന്മാരും വളരെ താഴ്ന്നവരുമായ ആളുകളല്ലേ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നത്? ബാദിയർ റൈ, അവർക്ക് കാര്യമായ അഭിപ്രായത്തിന് സുബദ്ധതയോ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായ മികവോ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള ആളുകളല്ലേ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നത്, ഞങ്ങളല്ലേ ഇവിടുത്തെ വലിയ ആളുകൾ എന്ന രീതിയിൽ അവര് നൂഹ് നബി അലൈഹി സ്വലാമയോട് പറയുന്നത് നമുക്ക് കാണാം. അത് സാമൂഹികമായിട്ട് ഉണ്ടാകുന്ന ഒരു സമൂഹത്തിന്റെ കിബറാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, അഹൗലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. ഖുറൈശി പ്രമാണിമാര് പറയാണ്, അഹൗലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. ഇതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്ന ഈ അമ്മാർ, അതുപോലെ തന്നെ ഈ യാസിർ, അതുപോലെ തന്നെ ഈ സുമയ്യ, അതുപോലെ നിന്റെ ഈ പാവപ്പെട്ടവരായ ഇത്തരത്തിലുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, ഇവരാണോ അള്ളാഹുവിന്റെ വലിയ ഔദാര്യം കിട്ടി അള്ളാഹുവിന്റെ ദാസന്മാരും അവരിൽ വിശ്വസിക്കുന്നവരുമായ ആളുകളായിട്ടുള്ളത്? അവരെയാണോ നിനക്ക് കിട്ടിയത് എന്നുള്ള രൂപത്തിൽ ഈ സമൂഹത്തിൻ്റെതായ കിബിർ അവരിൽ പ്രകടമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രത്തിന്റെ കിബിർ ഉണ്ടായിരിക്കും. ഫിറഔനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതാണ്, ഭരണാധികാരിയുടെ കിബിർ. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രകടമാണ്. ഞങ്ങളുടെ രാജ്യം, ആ രാജ്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മറ്റുള്ളവർ ജീവിക്കണം, ഞങ്ങളോട് കരാറ് ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, ഞങ്ങളുടെ ശത്രുക്കളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുകയില്ല, അതൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. ഈ രൂപത്തിലുള്ള ഒരു ചിന്ത, ഇങ്ങനെയാണ് രാഷ്ട്രത്തിന്റെയും അതുപോലെ ഭരണകൂടങ്ങളുടെയും ഒക്കെ കിബിറിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇതിൽ നിന്നെല്ലാം തന്നെ മുക്തമായി വിനയത്തിന്റെയും അതുപോലെ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഒരു ബോധത്തിന്റെയും ഒരു വിചാരം സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയാണ് അവരുടെ മനസ്സിനെയും അവരുടെ ജീവിതത്തെയും അവർ ക്രമപ്പെടുത്തി എടുക്കേണ്ടത്. അല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇത്തരം വിഭാഗങ്ങൾക്ക്, അത് വ്യക്തിയാവട്ടെ, കൂട്ടായ്മയാവട്ടെ, സമൂഹമാവട്ടെ, രാഷ്ട്രമാവട്ടെ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വന്നുകൊണ്ട് അവരെ നശിപ്പിച്ച ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ ഉടനീളം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള അഹങ്കാരവും അഹന്തയും നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്. വിനയം വളരെ അനിവാര്യമാണ്. അള്ളാഹുവിനോടുള്ള വിനയം, സൃഷ്ടികളോടുള്ള വിനയം, ഒരിക്കലും തന്നെ ഞാൻ വലിയവൻ, എനിക്ക് എല്ലാം സാധിക്കുമെന്നുള്ളൊരു പൊങ്ങച്ചത്തിൻ്റെതായ ഒരു വികാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ യുദ്ധവിജയങ്ങളോ അല്ലെങ്കിൽ മറ്റ് എതിരാളികളുടെ മേലുള്ള ഇസ്ലാമിന്റെ വമ്പിച്ച തരത്തിലുള്ള മുന്നേറ്റമോ ഒക്കെ കൈവരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുമേനിയോട് പറയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹു വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ആളുകൾ മുഴുവൻ തന്നെ ഇതിൽ വിശ്വസിച്ച് ഇതിൽ അണിനിരന്ന് ഇത് ഞങ്ങളുടെ മേന്മ കൊണ്ടും ഞങ്ങളുടെ മികവ് കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെതായ ആ അന്തസ്സുകൊണ്ടും നേടിയെടുക്കാൻ സാധിച്ചതാണ് എന്ന ആ പൊങ്ങച്ച വികാരം വേണ്ട. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് സ്തുതിച്ചുകൊണ്ടും അവനോട് പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ടുമുള്ള ഒരു ജീവിതം നയിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകമോക്ഷം നിശ്ചയിച്ചിട്ടുള്ളത്. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ അഹന്ത നടിക്കുകയോ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പരലോക വിജയം എന്ന് പറയുന്നത്. പരലോകത്തിലെ പ്രതിഫലം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വൽ ആഖിബത്തുൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന, അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് അന്തിമമായ വിജയം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ അതുകൊണ്ട് നാം നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വിനയം പ്രത്യേകമായി ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അഹങ്കാരവും അഹന്തയും മറ്റുള്ളവരുടെ മേലുള്ള ഒരു മേൽക്കോയ്മയുടെ മനസ്സും
നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടുന്നതിനെ വളരെയേറെ സൂക്ഷിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.